എല്ലാവർക്കും സംസ്കൃതി UGC നെറ്റ് പേപ്പർ 1 PYQ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇനി കൂടുതൽ ഡിലേ ഒന്നും ഇല്ലാതെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനിലേക്ക് പോവാം. ഫെയിലിയർ ടു അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചറൽ എൻവയോൺമെന്റ് ക്യാൻ ലീഡ് ടു ഓപ്ഷൻ എ ഇൻഫർമേഷൻ റിച്ച്നെസ്, ബി എക്സിബിഷനിസം, സി ഹൈബ്രോ കമ്മ്യൂണിക്കേഷൻ, ഡി മിസ്കമ്മ്യൂണിക്കേഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ആൻസർ ചെയ്യൂ. ഓപ്ഷൻ ഡി മിസ് കമ്മ്യൂണിക്കേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇൻഫർമേഷൻ റിച്ച്നെസ് ഒരിക്കലും ഫെയിലിയർ ടു അണ്ടർസ്റ്റാൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് സാധിക്കില്ല. എക്സിബിഷനിസം അതും സാധിക്കില്ല. പിന്നെ ഹൈബ്രോ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയോ? ഹൈബ്രോ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നോക്കാം. ഇറ്റ് refers to communication that involves sophisticated, cultured or intellectual content. It is often associated with academic, literary or artistic discussions that may appeal to an audience with a higher level of education, cultural knowledge or refined taste. Okay, ഒരു സെറ്റ് ഓഫ് എലീറ്റ് പീപ്പിളിന് മാത്രം, പ്രിവിലേജ്ഡ് പീപ്പിളിന് മാത്രം ഇടയിൽ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഹൈബ്രോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, ദിസ് ടേം ഈസ് സംടൈംസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് കോൺവെർസേഷൻസ്, ലാംഗ്വേജ് ഓർ ടോപ്പിക്സ് ദാറ്റ് ആർ കൺസിഡേർഡ് എലീറ്റ് ഓർ എക്സ്ക്ലൂസീവ്, often involving complex vocabulary, abstract ideas or niche cultural references. അത് ഈ കോംപ്ലക്സ് വൊക്കാബുലറിയും അബ്സ്ട്രാക്ട് ഐഡിയാസ് ഒക്കെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദേ ബിലോങ് ടു ദ പ്രിവിലേജ്ഡ് ഓർ എലീറ്റ് സെക്ഷൻസ്. സാധാരണ ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ജാർഗൻസ് ഒക്കെ ആയിരിക്കും ഹൈബ്രോ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below are two statements. Statement 1, paralinguistic features express emotions and communicate personality traits. Statement 2, the subtle use of vocal inflections can provide special significance to verbal messages. Option A, both statements are correct. Option B, both statements are incorrect. Option C, statement 1 is correct. Option D, statement 2 is correct. Statement 1 is correct. Paralinguistic features express emotions and communicate personality traits. ഇനി statement 2 നെ കുറിച്ച് പറയൂ, കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. Subtle use of vocal inflections. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. കാരണം സട്ടിൽ യൂസ് ഓഫ് വോക്കൽ ഇൻഫ്ലക്ഷൻസ്, നമ്മൾ സൗണ്ടിലോ നമ്മൾ ദ വേ വി സ്പീക്ക് എന്നുള്ളതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിൽ ആ മീനിങ്സിന് ചില ഭാഗങ്ങൾ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നു, ചില ഭാഗം സൗണ്ട് കൂട്ടി പറയുന്നു, ചില ഭാഗത്ത് സ്ട്രെസ് കൊടുക്കുന്നില്ല എന്നുള്ളതിന് അനുസരിച്ച് നമ്മൾ പറയുന്ന കാര്യത്തിന്റെ മീനിങ്ങിൽ മാറ്റം വരും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് വൺ. ഇനി വോക്കൽ ഇൻഫ്ലക്ഷൻസ് എന്നുള്ളത് വെച്ചാൽ എന്താണെന്ന് അറിയാലോ അല്ലെ? നമ്മൾ സൗണ്ടിൽ വരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ, ഇൻറ്റോണേഷൻ, പിച്ചിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ആ കാര്യങ്ങളൊക്കെയാണ് വോക്കൽ ഇൻഫ്ലക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് പാരാലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇറ്റ് എക്സ്പ്രസ് ഇമോഷൻസ് ആൻഡ് കൺവേ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ഓക്കെ, then intonation, vocal inflections വെച്ചാൽ intonation ആണ്. It is very important in communication as it gives information beyond just the basic meaning, and careful use of vocal intonation can give special importance to verbal messages. ഇനി ആ vocal inflectionsൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? tone of voice, pitch, volume, rate of speech, pauses, silence, stress, laughter or sighs. Next question. The Buddhist model of interpersonal communication emphasizes A, unfettered use of language, B, unintelligible moral frames, C, symmetrical relations, D, consensus through interaction, E, verifiability of communication. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നത് നോക്കി പറയും. വെരിഫയബിലിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇന്ററാക്ഷൻ വരും. ഇ ആണോ പറഞ്ഞത്? വെരിഫയബിലിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ വരും. സിമെട്രിക്കൽ റിലേഷൻസ് വരും എന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു സൈഡഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ബുദ്ധിസ്റ്റ് മോഡലിൽ ഫോക്കസ് ചെയ്യുന്നത്. അതും സിമെട്രിക്കൽ റിലേഷൻ, പറയുന്ന ആളുടെ സെന്ററിന്റെ അതുപോലെ തന്നെ റിസീവറിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഫോക്കസ് കൂടുതൽ എപ്പോഴും റിസീവറിന്റെ ഇമോഷൻസിനാണെന്നുള്ളത് നമ്മൾ ബുദ്ധിസ്റ്റ് മോഡലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സി, ഡി ആൻഡ് ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following are identified as roles of non-verbal communication in relation to verbal communication?
A. Accentuation. B. Supervision. C. Repetition. D. Substitution. E. Contradiction. Roles of nonverbal communication. Supervision. Supervision. Option B. Roles of verbal അല്ല കേട്ടോ. ഓപ്ഷൻ ബി സൂപ്പർവിഷൻ വരുമോ? D. Substitution. ഡി സബ്സ്റ്റിറ്റ്യൂഷൻ. Repetition. ഏതാണ് പറഞ്ഞത്? റെപ്പിറ്റേഷൻ. വേറെ Contradiction. കോൺട്രഡിക്ഷൻ. സൂപ്പർവിഷൻ വരുന്നില്ല. ആക്സെന്റുവേഷൻ വരുമോ? ആക്സെന്റുവേഷനും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെയും വെർബൽ കമ്മ്യൂണിക്കേഷൻസിന്റെ ഒക്കെ റോൾസിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ആക്സെന്റുവേഷൻ വരും, റെപ്പിറ്റീഷൻ വരും, സബ്സ്റ്റിറ്റ്യൂഷൻ വരും, കോൺട്രഡിക്ഷൻ വരും. ഓക്കെ, ഇനി അത് കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ, കോംപ്ലിമെന്റിങ് കൂടെ ഇതിൽ വരുന്നതാണ്. ആക്സെന്റിങ്, റിപ്പീറ്റിംഗ്, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ്, കോൺട്രഡിക്റ്റിംഗ്, അതിന്റെ കൂടെ കോംപ്ലിമെന്റിംഗ് കൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are the examples of explicit meta communication? A. Silent remorse. B. Avoidance of eye contact. C. Apologies. D. Excuses. E. Explanations. Correct choices ഏതൊക്കെയാണെന്നുള്ളത് പറയും. Explicit meta communication. Silent remorse വരുന്നുണ്ടോ? Avoidance of eye contact. അവോയ്ഡൻസ് ഓഫ് ഐ കോണ്ടാക്ട് വരുന്നില്ല. മെറ്റാ കമ്മ്യൂണിക്കേഷൻ ആണ്. അവോയ്ഡൻസ് ഓഫ് ഐ കോണ്ടാക്ട് വരില്ല. Apologies വരും, എക്സ്ക്യൂസസ് വരും, ആൻഡ് എക്സ്പ്ലനേഷൻസും വരും. എക്സ്പ്ലിസിറ്റ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, എക്സ്പ്ലിസിറ്റ് ആണ്, അതായത് എന്താണ്, പുറമേക്ക് കാണിക്കുന്ന തരത്തിലുള്ള എക്സ്പ്ലിസിറ്റ് ആണ്. വെരി ഡെമോൺസ്ട്രേറ്റീവ് ടൈപ്പ് ഓഫ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ എന്താണ് മെറ്റ എന്നുള്ള വേർഡ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സെൽഫ്. ഓക്കെ, നമ്മൾ നേരത്തെ മെറ്റാ കോഗ്നിറ്റീവ് ഒക്കെ പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മെറ്റ എന്നുള്ള വേർഡ് ഏത് വേർഡിന് മുന്നേ വന്നാലും ആ പ്രോസസ്സിന്റെ ആ കാര്യത്തിന്റെ ആ വേർഡിന്റെ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നതാണ് മെറ്റ എന്നുള്ള വേർഡ് മുന്നിൽ വന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ര അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മെറ്റാ കമ്മ്യൂണിക്കേഷനിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് വരുന്ന മെറ്റാ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോളജീസ്, എക്സ്ക്യൂസസ്, എക്സ്പ്ലനേഷൻസ് എല്ലാം. ഓക്കെ, ഇനി എന്താണത്, അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നോക്കാം. എക്സ്പ്ലിസിറ്റ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ക്ലിയർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അബൌട്ട് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇറ്റ്സെൽഫ്. ഓക്കെ, മെറ്റ എന്നുള്ള വേർഡ് ഏതൊരു വേർഡിന്റെ മുന്നേ കണ്ടാലും നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആ വേർഡ് എന്താണോ അതിന്റെ പ്രോസസ്സിനെ കുറിച്ച് പറയുന്ന കാര്യമായിരിക്കും മെറ്റാ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ മെറ്റാ കോഗ്നിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഗ്നിറ്റീവ് നമ്മുടെ തിങ്കിങ്, തോട്ട് പ്രോസസ് ആണ്. അപ്പൊ മെറ്റാ കോഗ്നിറ്റീവ് എന്ന് വെച്ചാൽ തിങ്കിങ് അബൌട്ട് അവർ തോട്ട് പ്രോസസ് ഇറ്റ്സെൽഫ്, അതാണ്. അപ്പൊ മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റിംഗ് അബൌട്ട് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സെൽഫ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഡിസ്കസിംഗ് ഓർ ക്ലാരിഫൈയിങ് ഹൗ മെസ്സേജസ് ഷുഡ് ബി ഇന്റർപ്രറ്റഡ്, the nature of interaction or the relationship between communicators. Essentially, it is talking about the talk. Okay. ഇനി അതിന്റെ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാരിഫൈയിങ് ഇന്റൻഷൻസ്. നമ്മളിപ്പോ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഐ എം മേക്കിംഗ് മൈസെൽഫ് ക്ലിയർ, ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ് അബൌട്ട് ദാറ്റ്, ഐ വാസ് ജസ്റ്റ് കിഡിങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ക്ലാരിഫൈയിങ് ഇന്റൻഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് നമ്മൾ തന്നെ ക്ലിയർ ആക്കുക. നമ്മൾ ഇന്റന്റ് ചെയ്ത മീനിങ് തന്നെയാണോ അവര് റിസീവ് ചെയ്തത് എന്നുള്ളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പ്ലിസിറ്റ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഒന്ന് ക്ലാരിഫൈയിങ് ഇന്റൻഷൻസ്. ഐ വാസ് ജസ്റ്റ് കിഡിങ്, ഐ എം ജോക്കിംഗ്, ഐ എം സീരിയസ് എന്നൊക്കെ പറയുന്നത് ക്ലാരിഫൈയിങ് ഇന്റൻഷൻസിൽ വരുന്നതാണ്. ഇനി സെറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ബൗണ്ടറീസ്. ലെറ്റ്സ് ബി ഓണസ്റ്റ്, അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റ്സ് ബി ഓണസ്റ്റ് വിത്ത് ഈച്ച് അതർ ഡ്യൂറിംഗ് ദിസ് ഡിസ്കഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷൻ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് തേർഡ് വൺ, ഡിഫൈനിങ് റിലേഷൻഷിപ്പ് റോൾസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് യുവർ മെന്റർ അല്ലെങ്കിൽ ആസ് യുവർ ഗൈഡ്, ആസ് യുവർ ടീച്ചർ, ഐ വാണ്ട് ടു ഗിവ് യു ദിസ് ഫീഡ്ബാക്ക് എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിഫൈനിങ് റിലേഷൻഷിപ്പ് റോൾസ് ആണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ again. And fourth one, addressing misunderstandings. I feel like we are not on the same page, let's figure out what went wrong. നമ്മുടെ രണ്ടുപേരുടെയും പറയുന്നതാണ് അഡ്രസ്സിങ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പ്രാഗ്മാറ്റിക് യൂസ് ഓഫ് ലാംഗ്വേജിൽ വരുന്നതാണ് ഈ നമുക്കിതൊന്ന് നോക്കാം. എന്താണ് പ്രാഗ്മാറ്റിക് യൂസ് ഓഫ് ലാംഗ്വേജിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. പ്രാഗ്മാറ്റിക്സും മെറ്റാ കമ്മ്യൂണിക്കേഷനും തമ്മിൽ
ചെറിയൊരു റിലേഷൻ ഉണ്ടെന്ന് പറയാം. നമുക്ക് എന്താണ് പ്രാഗ്മാറ്റിസം, എന്താണ് നമ്മുടെ ഫിസിക്കൽ ജിയോഗ്രഫിക്കൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആ ഒരു സോഷ്യൽ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടിനെ, ആ ഒരു ഏരിയനെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത കോൺസെപ്റ്റ് ഓഫ് സ്പേസ് ഇൻക്ലൂഡഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ് പ്രാഗ്മാറ്റിസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം, സ്പേസിനനുസരിച്ച് നമ്മൾ പറയുന്ന കാര്യത്തിന്റെ സീരിയസ്നെസ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ ആ പറയുന്ന കാര്യത്തിന്റെ മീനിങ് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളത് പറയുന്ന ഒരു കാര്യം കൂടിയാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു ഫോർമൽ മീറ്റിംഗിനിടയിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് അതിന്റെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ പറയുന്ന കാര്യം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പ്രാഗ്മാറ്റിസം എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, ഇനി പ്രാഗ്മാറ്റിക് യൂസ് ഓഫ് ലാംഗ്വേജിനെ കുറിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് കോൺസെപ്റ്റ് ഫോക്കസസ് ഓൺ ദ യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. ആൻഡ് പ്രാഗ്മാറ്റിക് യൂസ് ഇൻവോൾവ് അണ്ടർസ്റ്റാൻഡിങ് നോട്ട് ജസ്റ്റ് വാട്ട് ഇസ് ബീങ് സെഡ്, ബട്ട് ഹൗ ആൻഡ് വൈ ഇറ്റ് ഇസ് ബീങ് സെഡ് ഇൻ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. Meta communication often involves making these pragmatic aspects explicit. Okay, pragmatism, so social context ആണെങ്കിൽ ആ സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ എക്സ്പ്ലിസിറ്റ് ആക്കാൻ, കുറച്ചും കൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റാ കമ്മ്യൂണിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇംപ്ലിസിറ്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് എക്സ്പ്ലിസിറ്റ് മെറ്റാ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ നോക്കിയത്. ഇനി ഇംപ്ലിസിറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇംപ്ലിസിറ്റ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് സട്ടിൽ ക്യൂസ് ദാറ്റ് ഷേപ്പ് ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് എ മെസ്സേജ് വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റിംഗ് ഇറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് നോൺ വെർബൽ സിഗ്നൽസ്, ടോൺ ഓഫ് വോയിസ്, കോണ്ടെക്സ്റ്റൽ ക്യൂസ്, കൾച്ചറൽ നോംസ് എക്സെട്ര. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. From the communication viewpoint, a completely predictable situation is considered to have option A, less fidelity, B, negative entropy, C, fluidity, D, less sensitivity. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി. സി ആണോ? ഓപ്ഷൻ സി അല്ല, ബി ആണ്. നെഗറ്റീവ് എൻട്രോപ്പി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അതിനെ എങ്ങനെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, നെഗറ്റീവ് എൻട്രോപ്പി അല്ലെങ്കിൽ നെഗെൻട്രോപ്പി എന്നും പറയും അതിനെ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ വെൻ ഇൻകംപ്ലീറ്റ് ഓർ ബ്ലർഡ് മെസ്സേജസ് ആർ റിസീവ്ഡ് ഇൻടാക്ട് and the receiver can fill in missing details and the receiver can recognize the intent and content despite distortion of information. Hello, audible അല്ലേ? ഓഡിയോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 വരുന്നത് കമ്മ്യൂണിക്കേഷൻ മോഡൽ ആണ് ആൻഡ് ലിസ്റ്റ് 2 വരുന്നത് അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ ലീനിയർ, B circular, C non-linear, D meta. And one, communication as interaction, communication as transaction, model of communication models, communication as action. Very simple one. പെട്ടെന്ന് പറയും. Linear വരാം. Linear ഏതാണ് വരുന്നത്? ഓപ്ഷൻ 3. മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഓപ്ഷൻ 3 പറയരുത് ഏ ലീനിയർ ആണെന്നുള്ളത്. നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു എന്താണെന്നുള്ളത്. അത് ഓപ്ഷൻ 4 ആണ് മിസ്സേ, കമ്മ്യൂണിക്കേഷൻ ആസ് ആക്ഷൻ. വെരി ഗുഡ്. ഓപ്ഷൻ 4 ആണ് ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ആസ് ആക്ഷൻ. ഇനി സർക്കുലർ എന്താണ്? ഇന്ററാക്ഷൻ. ദെൻ നോൺ ലീനിയർ ട്രാൻസാക്ഷൻ. മെറ്റ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ്. ഇനി ലീനിയർ എന്താണ്? ലീനിയർ വൺ സൈഡഡ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് അറിയാലോ. സോ അത് നമുക്കൊരു ആക്ഷൻ ആയിട്ട് കാണാം. വൺ സൈഡ്. ലീനിയറിന്റെ പ്രത്യേകത എന്താണ്? അതിൽ ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കില്ല. ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ദർ വിൽ ബി നോ ഫീഡ്ബാക്ക്. ഇൻ സർക്കുലറിൽ ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ആക്ട് ആസ് എൻ ഇന്ററാക്ഷൻ. കാരണം അതിൽ ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. സർക്കുലറിൽ ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി called as an interactive model of communication. ഇനി നോൺ ലീനിയർ കമ്മ്യൂണിക്കേഷൻ എന്താണ്? അത് ട്രാൻസാക്ഷണൽ ആൻഡ് ഡൈനമിക് ആണ് നോൺ ലീനിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്? കാരണം പാർട്ടിസിപ്പൻസ്, അതിൽ ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ they can simultaneously act as senders and receivers. അവിടെയാണ് അതൊരു ട്രാൻസാക്ഷണൽ അല്ലെങ്കിൽ ഒരു ഡൈനമിക് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്നത്.
ഇനി മെറ്റ കമ്മ്യൂണിക്കേഷൻ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു. മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്നുള്ളതാണ് മെറ്റ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ കമ്മ്യൂണിക്കേഷൻ വ്യൂ പോയിന്റ് Adi Shankara's philosophical concept provides primacy to option A personal ego, B materialistic desires, C self-consciousness, D social conflicts. Option C. Option C self-consciousness കറക്റ്റ് ആണ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇനി നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ മുന്നേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ് ഇങ്ങനെ വരുന്നത്. ആദി ശങ്കരാസ് ഫിലോസോഫി, ദെൻ ഹിന്ദുത്വ ഐഡിയോളജി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റീസെന്റ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടു. പക്ഷെ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നും അല്ല, നമുക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സ് തന്നെയായിരുന്നു ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ആദി ശങ്കര വാസ് ആൻ ഇന്ത്യൻ ഫിലോസഫർ and the founder of Advaita Vedanta school of thought, and its idea is a non-dualism or oneness of the self, Atman, and the ultimate reality, Brahman. From a communicative viewpoint, this philosophy suggests that true knowledge transcends verbal or symbolic communication. Instead, it highlights the importance of inner realization and self-awareness, emphasizing the non-verbal introspective process of understanding the unity of all existence. അപ്പോൾ ബേസിക്കലി ആദിശങ്കരന്റെ അദ്വൈത വേദാന്ത സ്കൂൾ ഓഫ് തോട്ടിലെ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അത്ര മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് സെൽഫ് റിഫ്ലക്ടറി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലാണ് ആദിശങ്കര അദ്വൈത വേദാന്ത സ്കൂൾ ഫോക്കസ് ചെയ്യുന്നത്, ഇൻട്രാ പേഴ്സണൽ.